ഭാരതപ്പുഴയോളം ചരിത്രം പേറിയൊഴുകുന്ന മറ്റൊരു പുഴ കേരളത്തിലില്ല. വെറുമൊരു നദി എന്നതിലുപരി ഭാരതപ്പുഴ കേരളത്തിന്റെ സാംസ്കാരിക ചിഹ്നങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. നിളയുടെ തീരങ്ങൾ കവികൾക്കും സാഹിത്യകാരന്മാർക്കും പ്രചോദനമായിട്ടുണ്ട്. ചരിത്രപ്രസിദ്ധമായ മാമാങ്കം നടന്നിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായയിലാണ്. സാമുദ്രി രാജാവ് മാമാങ്ക മഹോത്സവത്തിന് അധ്യക്ഷത വഹിച്ചിരുന്ന സ്ഥലമായ നിലപാട് തറ, ചാവേറുകളുടെ ജഡം സംസ്കരിച്ച മണിക്കിണർ, പരിക്കുപറ്റിയവരെ ശുശ്രൂഷിക്കാനുള്ള മരുന്ന് സൂക്ഷിച്ച മരുന്നറ തുടങ്ങിയവ മാമാങ്കത്തിന്റെ ശേഷിപ്പുകളായി ഇന്നും തിരുനാവായ മണപ്പുറത്തും പരിസരത്തും കാണാവുന്നതാണ്. മരിച്ചവരുടെ ആത്മാവിന് ശാന്തി നൽകുകയെന്ന വിശ്വാസത്തിന്റെ ഭാഗമായി പിതൃതർപ്പണം നടത്തുന്ന സ്ഥലങ്ങളിൽ ഒന്ന് നിളയുടെ തീരമായ തിരുനാവായ തന്നെയാണ്. മാമാങ്കത്തോളം ചരിത്രത്തിൽ ഇടം നേടിയ ചങ്ങമ്പള്ളിക്കളരിയും തിരുനാവായയുടെ ഹൃദയത്തിലാണ്. മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന വെട്ടത്ത് പുതിയങ്ങാടി യാഹുന്തങ്ങൾ ജാറം സാംസ്കാരികവും ആത്മീയവുമായ കേന്ദ്രമാണ്. ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് ആളുകൾ പുതിയങ്ങാടി നേർച്ചയിൽ പങ്കെടുക്കാറുണ്ട്. ഇത് പ്രദേശത്തെ സാമൂഹിക ഐക്യത്തിന്റെ ഒരു അടയാളപ്പെടുത്തലാണ്. ചരിത്രപരമായി വെട്ടത്തുനാടിലെ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ ഭരണത്തിന് കീഴിലായിരുന്ന ഭ്രാമദേയ ഗ്രാമമായിരുന്നു വൈരങ്കോട്. വൈരങ്കോട് കാളിക്ഷേത്രത്തിലെ വേല അഥവാ തീയാട്ട് മഹോത്സവം മലപ്പുറം ജില്ലയിലെ പ്രധാന ഗ്രാമീണ ക്ഷേത്രോത്സവങ്ങളിൽ ഒന്നാണ്. പ്രദേശത്തെ ഹൈന്ദവ മുസ്ലിം സമുദായങ്ങളുടെ സഹകരണത്തിന്റെയും മതമൈത്രിയുടെയും ഒരു പ്രതീകമായി ഈ വേലയെ കണക്കാക്കാറുണ്ട്. ബ്രിട്ടീഷുകാരുടെ വരവിനും വളരെ മുമ്പ് ജർമ്മൻകാർ തിരുനാവായയിൽ വരികയും മിഷണറി പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമാണ് ബാസൽ ഇവാഞ്ചലിക് മിഷൻ സ്ഥാപിതമായത്. കൊടക്കൽ BEM സ്കൂളും ടൈൽസ് ഫാക്ടറിയും ആരംഭിക്കുന്നത് ഇതിന്റെ തുടർച്ചയാണ്. ബ്ലോക്ക് പരിധിയിൽ ക്രിസ്ത്യൻ വിഭാഗം കൂടുതലുള്ളത് കൊടക്കൽ, പരപ്പേരി ഭാഗങ്ങളിലാണ്. ചരിത്രം കൊണ്ട് സമ്പന്നമാണ് തിരൂർ. രാജഭരണകാലം മുതൽ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വരെ തിരൂരിനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വികസന ചരിത്രം പരിശോധിക്കുമ്പോൾ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടത്തി ചരിത്രത്താളുകളിൽ ഇടം നേടിയിരിക്കുകയാണ് 2021 ഫെബ്രുവരി 2 അധികാരത്തിലെത്തിയ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി. അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ പ്രസിഡന്റും പ്രീത പുളിക്കൽ വൈസ് പ്രസിഡന്റുമായ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അസൂയാവഹമായ നേട്ടമാണ് ഈ നാട് കൈവരിച്ചത്. തീരദേശ പഞ്ചായത്തുകളായ മംഗലം, പുറത്തൂർ, തലക്കാട്, തിരുനാവായ, തൃപ്രങ്ങോട്, വെട്ടം എന്നിവ ഉൾപ്പെടുന്നതാണ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അതിർത്തി. 102.69 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണവും 15 ഡിവിഷനുകളുമായി വലിയൊരു പ്രദേശമാണ് ഭരണമേഖല. വടക്ക് തിരൂർ നഗരസഭയും താന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും, കിഴക്ക് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തും, തെക്ക് ഭാരതപ്പുഴയും, പടിഞ്ഞാറ് അറബിക്കടലുമാണ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അതിരുകൾ. ഭൂപ്രകൃതി അനുസരിച്ച് തീരപ്രദേശം, ചതുപ്പ് പ്രദേശം, സമതലങ്ങൾ, ചരിവ് തലങ്ങൾ, കുന്നുകൾ എന്നിങ്ങനെ 5ആയി തിരിക്കാം. ബ്ലോക്കിന്റെ പടിഞ്ഞാറ് ഭാഗത്തും വെട്ടം, പുറത്തൂർ പഞ്ചായത്തിലുമായി 4 ദ്വീപുകളുണ്ട്. തിരുനാവായയിലെയും ചെറിയ പറപ്പൂരിലെയും താമരപ്പാടങ്ങൾ നാടിന് സൗരഭ്യം പടർത്തുന്നു. കേരളത്തിലെ പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങളിൽ എത്തുന്നത് ഇവിടുത്തെ കർഷകർ വിരിയിച്ചെടുക്കുന്ന താമരകളാണ്. ജില്ലയിലെ ടൂറിസ്റ്റ് ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ പുറത്തൂർ, പടിഞ്ഞാറക്കര അഴിമുഖം, കൂട്ടായി ബീച്ച്, തിരുനാവായ ത്രിമൂർത്തി സംഗമം എന്നിവ ഇവിടുത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. ചരിത്ര പ്രാധാന്യമുള്ള ടിപ്പു സുൽത്താൻ റോഡ് ഈ പ്രദേശത്തു കൂടി കടന്നുപോകുന്നു. 2011 കാനോഷിമാരി പ്രകാരം 2,04,590 ഇവിടുത്തെ ജനസംഖ്യ. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളാണ് ജനസംഖ്യയിൽ മുന്നിൽ. ജനസാന്ദ്രതയിൽ മുന്നിൽ നിൽക്കുന്ന മലപ്പുറം ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒന്നാണ് തിരൂർ. കഴിഞ്ഞ 5 വർഷം കൊണ്ട്
സമസ്ത മേഖലയിലും മികച്ച പ്രവർത്തനം നടത്തി ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഒരു കുടുംബമായി മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്കാണ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വം നൽകിയത്. കണ്ടും അനുഭവിച്ചും അറിയാവുന്ന വിധത്തിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ തന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് കഴിഞ്ഞെന്ന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ പറയുന്നു. 2021 ഫെബ്രുവരി മാസം 2-ാം തീയതി അധികാരത്തിൽ വന്ന തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പുതിയ ഭരണസമിതി അതിൻ്റെ കാലാവധി പൂർത്തീകരിക്കുമ്പോൾ എല്ലാ മേഖലയിലും മികച്ച പ്രവർത്തനം നടത്തിയെന്ന ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞങ്ങൾ പിരിഞ്ഞു പോകുന്നത്. സർവ്വ മേഖലകളിലും, കാർഷിക മേഖലയിലും അതേപോലെ തന്നെ സ്ത്രീ സുരക്ഷിതത്തിൻ്റെയും സ്ത്രീ ശാക്തീകരണത്തിൻ്റെ മേഖലയിലും കായിക മേഖലയിലും എല്ലാം ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ഈ ഭരണസമിതിയുടെ കാലാവധി പൂർത്തീകരിക്കുന്നത്. ഭരണപക്ഷ പ്രതിപക്ഷ അംഗങ്ങളെന്നുള്ള വ്യത്യാസമില്ലാതെ ഒരൊറ്റ കുടുംബമായി ഒരു കൂട്ടമായി ഒരുമിച്ച് പോകാൻ കഴിഞ്ഞു ഞങ്ങൾക്ക് ഈ 5 കൊല്ലക്കാലം. വിവിധ മേഖലകളിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ജനങ്ങൾക്ക് നേരിട്ട് കാണാവുന്നതും അനുഭവിക്കാവുന്നതുമായ വികസന പ്രവർത്തനങ്ങൾ ധാരാളം നടത്താൻ സാധിച്ചു. ഏറ്റവും പ്രധാനമായിട്ടും ഭിന്നശേഷി മേഖലയിൽ ഭിന്നശേഷിക്കാർക്ക് 3 തവണയായി 36ഓളം മുച്ചക്ര വാഹനങ്ങളും അതോടൊപ്പം തന്നെ അവർക്ക് മറ്റ് എയ്ഡുകൾ വീൽചെയർ ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് വീൽചെയർ ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള സഹായങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിച്ചു. ബഡ്സ് സ്കൂളില്ലാത്ത തലക്കാട് പഞ്ചായത്തിൽ പഞ്ചായത്ത് വിട്ടുതന്ന ഭൂമിയിൽ 98 ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു ബഡ്സ് സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ ഈ ഭരണസമിതിക്കായി. നൂതനാശയങ്ങളുമായി 15 പേർ ഒരേ മനസ്സായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതിനാലാണ് ശ്രദ്ധേയമായ ഒട്ടേറെ പദ്ധതികൾക്ക് ജീവൻ കൊടുക്കാൻ കഴിഞ്ഞതെന്ന് വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ. എൻ്റെ ഡിവിഷനിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. അതിലുപരി ബ്ലോക്ക് പഞ്ചായത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം ചെയ്തിട്ടുണ്ടൊക്കെ വ്യത്യസ്തമായ നൂതന ആശയങ്ങളുമായിട്ടാണ്. പ്രസിഡൻറ്റിൻ്റെ ആശയം കൂടിയാണത്. ഞങ്ങൾ 15 പേരാണ് ബ്ലോക്ക് പഞ്ചായത്തിനകത്തുള്ളതെങ്കിലും ഞങ്ങൾ ഒരേ യൂണിറ്റായി ഒരേ മനസ്സോടെയാണ് ഈ 5 വർഷക്കാലം തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിനെ നയിച്ചിട്ടുള്ളത്. അതിൽ എല്ലാ തരത്തിലും സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ലാസ്റ്റ് ടൈമിലും ഒരു വിധം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞങ്ങളിവിടുന്ന്. ഇനി പുതിയ ഭരണസമിതി ആരായാലും വരുമ്പോൾ എടുത്തു കാട്ടത്തക്ക രീതിയിലുള്ള കുറേ പദ്ധതികൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഡിവിഷനിൽ തന്നെ നല്ലൊരു കളിസ്ഥലം, പുറത്തൊരു മിനി സ്റ്റേഡിയം, NP അബ്ദുറഹീമിൻ്റെ നാമധേയത്തിൽ വന്നിട്ടുള്ള മിനി സ്റ്റേഡിയം, അതേപോലെ തന്നെ മുരുക്കുമാട് കുടിവെള്ള പദ്ധതി, ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഒരുപാട് കുളങ്ങളുടെ നവീകരണം, റോഡുകളുടെ നവീകരണം, ഡ്രെയിനേജുകൾ, അങ്ങനെ ഒരുപാട് സംഗതികൾ ചെയ്യാൻ സാധിച്ചു. അതിലുപരി 2 CHCകളാണ് നമ്മളുടെ തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിനകത്തുള്ളത്. ആ 2 CHCകളിലും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ഈ 5 വർഷക്കാലം നല്ല ഒരു സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളുടെ ഭരണസമിതി പോയിട്ടുള്ളത്. കാർഷിക മേഖലയിൽ നെല്ലാണ് ബ്ലോക്ക് പരിധിയിലെ പ്രധാന കൃഷി. നെൽകൃഷി കൂടുതൽ വിസ്തൃതിയിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് ബോധപൂർവമായ ശ്രമങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാർഷിക മേഖലയിൽ കൂടുതൽ ഇടപെടൽ നടത്താൻ ഭരണസമിതിക്ക് കഴിഞ്ഞതായി വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി കുമാരൻ സാക്ഷ്യപ്പെടുത്തുന്നു. തുപ്രങ്ങോട് പഞ്ചായത്തിലെ ചില വാർഡുകളിൽ ശുദ്ധജല സംരക്ഷണം എന്ന നിലയിൽ ചില ഭാഗങ്ങളിലൊക്കെ തോടിൻ്റെ സൈഡ് കെട്ടി ജനങ്ങൾക്ക് ഒരു ഉപകാരപ്രദമായ രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ഞൻപടിയുടെ കിഴക്ക് ഭാഗത്ത് വേനൽക്കാലത്ത് കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനും കൃഷിക്ക് വെള്ളം തടഞ്ഞു നിർത്തി കൃഷിക്ക് ഉപയോഗപ്രദമാക്കുന്നതിന് വേണ്ടി ഒരു 10 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ഒരു BCB അതും അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന് പുറത്തും അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഹനുമാൻകാവ് ക്ഷേത്രം. ആ ക്ഷേത്രത്തിലേക്കുള്ള വഴി കാലങ്ങളായി തകർന്ന് കിടക്കുന്നൊരു സാഹചര്യത്തിലായിരുന്നു. അപ്പോൾ അവിടുത്തെ നിവാസികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് വളരെ പെട്ടെന്ന് ആ യാത്രാ ദുരിതം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഫണ്ട് വെച്ച് റോഡിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സാധിച്ചു.
പിന്നെ അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ തന്നെ ഉൽപ്പാദനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഡ്രോൺ സംവിധാനം, അതുപോലെ തന്നെ പിന്നെ കൊയ്ത്തുമതി യന്ത്രം, കൂടാതെ കൈമലിശ്ശേരി ഭാഗത്ത് ഒരു മനോഹരമായ പഞ്ചായത്ത് കുളമുണ്ട്. നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെയുള്ള ആളുകൾ കുളിക്കുന്നതിനും നീന്തൽ പഠിക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മനോഹരമായ കുളമാണ്. അത് പിന്നെ മനോഹരമാക്കുന്നതിനും അതിൻ്റെ രാവിലത്തെ മോർണിംഗ് വാക്കിന് അതിൻ്റെ പരിസരം ഉപയോഗപ്പെടുത്തുന്നതിനൊക്കെ വേണ്ടി നല്ല ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കി. പക്ഷെ അത് കഴിഞ്ഞ നേരത്തെ മഴ വന്നതുകൊണ്ടും വൈകി മഴ അവസാനിച്ചത് കൊണ്ടും വെള്ളം വറ്റാത്തത് കൊണ്ട് പ്രാവർത്തികമാക്കാൻ പറ്റിയില്ല. അതിനൊരു പ്രോജക്റ്റ് ഇപ്പോൾ നിലവിലുണ്ട്. അടുത്ത വേനലാകുമ്പോഴേക്ക് ആ പദ്ധതി പൂർത്തീകരിക്കാൻ നമ്മൾ സാധിക്കുമെന്നാണ് കരുതുന്നത്. അങ്ങനെ ഈ 5 വർഷക്കാലത്തിലടക്ക് പ്രധാനപ്പെട്ട ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ചില വികസന പ്രവർത്തനങ്ങൾ പ്രാവർത്തികമാക്കുന്നതിനും ചിലതിന് തുടക്കം കുറിക്കുന്നതിനും ഈ 5 വർഷക്കാലത്തിലടക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള ചാരിതാർത്ഥ്യം പങ്കുവെക്കുകയാണ്. കൃഷി വകുപ്പിന്റെയും കുടുംബശ്രീയുടെയും ഇടപെടൽ മൂലം പച്ചക്കറി കൃഷിയുടെ വിസ്തൃതിയും വർദ്ധിച്ചിട്ടുണ്ട്. കൃഷിയുടെ ഉപമേഖലയായ കന്നുകാലി വളർത്തലിന് വലിയ പിന്തുണ നൽകാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചാണകത്തിൽ നിന്നും ജൈവവളം ഉത്പാദിപ്പിക്കുന്ന പദ്ധതി ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച തൃപ്രങ്ങോട്ടെ രാജു ഇന്ന് അറിയപ്പെടുന്ന ക്ഷീര കർഷകനായി മാറി. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നുള്ള പ്രോത്സാഹനമാണ് രാജുവിന്റെ മാറ്റത്തിന് പിന്നിൽ. ഞാനൊരു പ്രവാസിയായിരുന്നു. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ക്ഷീരമേഖലയിലേക്ക് വരാനുള്ള കാരണം. അതിനുള്ള പ്രചോദനമായത് ബ്ലോക്ക് പഞ്ചായത്തിലെ ക്ഷീരവികസന ഓഫീസുമായി ബന്ധപ്പെട്ട് അവർ എനിക്ക് ആദ്യഘട്ടം ഒരു പശുവിനെ പാസ്സാക്കി തന്നു, പിന്നെ കൗമാറ്റ് തന്നു, പിന്നെ അടുത്ത ഘട്ടത്തെ പോലെ പറഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ എനിക്ക് 2 പശു കൂടി പാസ്സാക്കി തന്നു. അത് ഇപ്പോൾ ഞാനൊരു 6 പശുവും 4 കുട്ടികളുള്ള ഒരു ചെറിയ ഫാം ആയിട്ട് മുന്നോട്ട് പോകുന്നു. തൃപ്രങ്ങോട് പാൽ സഹകരണ സംഘം സെക്രട്ടറിയായ ലൈലയ്ക്കും പറയാനുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ കൈത്താങ്ങിനെ കുറിച്ച് തന്നെയാണ്. തൃപ്രങ്ങോട് പഞ്ചായത്തിൽ ഒരു മിൽക്ക് പ്രൊഡക്റ്റ് സംരംഭകയാണ്. അതുപോലെ തന്നെ ഈ പഞ്ചായത്തിലെ ഒരു പാൽ സഹകരണ സ്ഥാപനത്തിലെ സെക്രട്ടറിയും കൂടിയാണ്. പിന്നെ എനിക്ക് ഈ സംരംഭം ഒന്ന് വികസിപ്പിക്കുന്നതിന് വേണ്ടി വ്യവസായ വകുപ്പിൽ നിന്ന് ഒരു ഫണ്ട് അനുവദിച്ചിരുന്നു. ആ ഫണ്ട് ഉപയോഗിച്ചാണ് ഞാൻ പാല്, തൈര്, മോര്, വെണ്ണ, നെയ്യ് എന്ന സംരംഭം ഒന്ന് വിപുലമായിട്ട് ചെയ്യുന്നത്. പിന്നീട് സിപ്പഫിഷിന് വേണ്ടിയിട്ടും PMEG ഫണ്ട് ഉപയോഗിച്ച് അതിന് ഒരു സബ്സിഡി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം വെർജിൻ കോക്കനട്ട് ഓയിൽ ചെയ്യുന്നുണ്ട് ഞാൻ. അതിനൊരു ചെറിയ ഫണ്ട് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കിട്ടിയത് കൂടിയിട്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം കൂടിയാണ് എനിക്കിത്. തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു സഹായത്തോടു കൂടിയാണ് ഞാൻ ഈ ഇത്ര വിപുലീകരിച്ച് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു പ്രാപ്തി എനിക്ക് വന്നത്. നമ്മുടെ അംഗനവാടികൾ, നമ്മുടെ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന അംഗനവാടികൾ ഹൈടെക് ആക്കുന്നതിന് വേണ്ടി നല്ല ഇടപെടൽ ബ്ലോക്ക് പഞ്ചായത്തിന് നടത്താൻ സാധിച്ചു. നമ്മുടെ കുട്ടികൾക്കിടയിൽ കൃഷിയെ സംബന്ധിച്ചുള്ള അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി പിഞ്ചു കുഞ്ഞുങ്ങളിൽ പച്ചക്കറി തോട്ടം എന്ന് പറഞ്ഞ ഒരു നല്ല പ്രൊജക്റ്റ് എല്ലാ അംഗനവാടിയിലും കുട്ടികൾ തന്നെ പച്ചക്കറി കൃഷി നടത്തുന്നതിന് അവർക്ക് കൗതുകമുണ്ടാകുന്ന രൂപത്തിൽ പച്ചക്കറി കൃഷി നടത്താനും അതിലെ 1, 2, 3 സ്ഥാനക്കാരായിട്ടുള്ള അംഗനവാടികളെ ആദരിക്കാനും ബ്ലോക്ക് പഞ്ചായത്തിന് സാധിച്ചു. ഈ കാലയളവിൽ 6ഓളം അംഗനവാടികൾ ഈ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു. പച്ചാട്ടിലെ 100 അംഗനവാടി അതിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭരണസമിതിയുടെ കാലത്തും ഇങ്ങനെ 7 അംഗനവാടികൾ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച അല്ലെങ്കിൽ നിർമ്മാണം ചെയ്ത ഒരു കാലം ഉണ്ടാകില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിന് പുറമെയാണ് ഇന്ന് നല്ല മെനുവാണ്. പക്ഷേ ഈ പാല്, മുട്ട തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ കുറച്ച് പോലും ബാക്കിയായി കഴിഞ്ഞാൽ അത് കേടായി പോകുന്ന സ്ഥിതിയുണ്ട്. അതുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് 100 അംഗനവാടികൾക്കാണ് 100 റെഫ്രിജറേറ്റർ 175 ലിറ്റർ കൊള്ളുന്ന മികച്ച റെഫ്രിജറേറ്റർ, അതും ഏറ്റവും നല്ല കമ്പനിയുടെ തന്നെ വോൾട്ടാസും ഹെയറും പോലുള്ള കമ്പനികളുടെ 100 റെഫ്രിജറേറ്ററുകൾ വിതരണം ചെയ്യാൻ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചു. തീരദേശത്തെ സമ്പദ് വ്യവസ്ഥയിൽ വിജയസാധ്യതയുള്ള മേഖലയായാണ് മത്സ്യബന്ധനത്തെ കണക്കാക്കുന്നത്. ആഭ്യന്തര ഉൽപാദനം, തൊഴിൽ
എന്നീ സംരംഭങ്ങൾക്ക് പുറമെ അനേകം ഉപവ്യവസായങ്ങൾക്കും ഈ മേഖലയിൽ സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളി മേഖലയെ കൈപ്പിടിച്ചുയർത്താൻ ഒട്ടേറെ പദ്ധതികളാണ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിയത്. ഓരോ വർഷവും മത്സ്യത്തൊഴിലാളികൾക്ക് പുതിയ മത്സ്യബന്ധന വല നൽകാൻ ഭരണസമിതിക്ക് കഴിഞ്ഞത് വലിയ നേട്ടമാണ്. മത്സ്യത്തൊഴിലാളികൾ നന്ദിയോടെയാണ് ഭരണസമിതിയെ സ്മരിക്കുന്നത്. മുഹമ്മദ് റാഫിയുടെയും അനുഭവം ചെറുതല്ല. ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ്. എനിക്ക് മത്സ്യബന്ധനത്തിനുമായി തന്ന വലകൾ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സെലിനത്താണ് അനുവദിച്ചു തന്നത്. അതിൽ എനിക്ക് ബ്ലോക്ക് പഞ്ചായത്തിന് വളരെ നന്ദിയുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ഒട്ടേറെ പദ്ധതികളിൽ കണ്ണിയാകാൻ കഴിഞ്ഞതായും പ്രതിപക്ഷം എന്ന നിലയിൽ മാറ്റി നിർത്തിയിട്ടില്ലെന്നും വാക്കാട് ഡിവിഷൻ അംഗമായ ഫൗസിയ നാസറിന്റെ അനുഭവ സാക്ഷ്യം. പ്രത്യേകിച്ച് പറയാനുള്ളത്, എനിക്ക് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഭരണപക്ഷം പ്രതിപക്ഷം എന്ന രീതിയിലുള്ള ഒരു വേർതിരിവ് ഉണ്ടായിട്ടില്ല. പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്ന് വളരെ വ്യക്തമായ രീതിയിലുള്ള ഫണ്ടുകൾ നൽകുന്നതിനും എല്ലാത്തിനും നമുക്ക് പ്രതിപക്ഷം എന്ന ഒരു രീതിയിൽ ഞങ്ങൾ ഇതുവരെ നമ്മളെ കണ്ടിട്ടില്ല. അപ്പോൾ അത് ഏത് മെമ്പർമാരാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ ഒരു കുടുംബം പോലെ ഫണ്ടുകൾ കൈകാര്യം ചെയ്യാനും എല്ലാം സാധിച്ച് 5 വർഷമായിട്ട് തീരദേശ മേഖലയിൽ വിവിധ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വിവിധ തരത്തിലുള്ള ഫണ്ടുകൾ നൽകാനും അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടെ റോഡുകളുടെ വികസനം വളരെ വേണ്ടപ്പെട്ട രീതിയിൽ ഉപയോഗപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. സീവാൾ റോഡ് 2 വട്ടമായി 10 ലക്ഷം ഉപയോഗിച്ച് സീവാൾ റോഡ് സഞ്ചാരയോഗ്യമാക്കി. അതുപോലെ തന്നെ നമ്മുടെ 1-ാം വാർഡിനെയും 20-ാം വാർഡിനെയും 2 പഞ്ചായത്തിനെയും കൂടെ ബന്ധിപ്പിക്കുന്ന കാശ്മീരി റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ സാധിച്ചു. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവിടെ കുടിവെള്ളമായിരുന്നു. ആ കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നം വന്നിരുന്നത് ആവിപ്പുഴ ശുദ്ധജല യോഗ്യമാക്കുക എന്നുള്ളതിലൂടെ തീരുമാനിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതിനും ഫണ്ട് ഒരു 10 ലക്ഷത്തിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തി മംഗലം പഞ്ചായത്തിൽ നിന്ന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. വെട്ടം പഞ്ചായത്തിലെ വാക്കാടും പുറത്തൂർ പഞ്ചായത്തിലെ ആശുപത്രിപ്പടിയിലും പ്രവർത്തിച്ചു വരുന്ന 2 സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളിലൂടെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ മേഖലയിൽ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. OP സമയം വർദ്ധിപ്പിക്കുന്നതിനായി 2 കേന്ദ്രങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്ത് നേരിട്ട് പണം ചെലവഴിച്ച് സായാഹ്ന OP നടത്തുന്നുണ്ട്. വെട്ടം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡയാലിസിസ് സെന്റർ, ട്രീറ്റ്മെന്റ് പ്ലാൻ എന്നിവയുടെ നിർമ്മാണം പൂർത്തിയാക്കി. ഉപകരണങ്ങൾ സജ്ജീകരിക്കുന്ന പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. വെട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ 1-ാം നിലയുടെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അഭിമാന പദ്ധതിയാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ വികസനം. ആരോഗ്യ മേഖലയിൽ സമാനതകളില്ലാത്ത രീതിയിൽ ഇടപെടാൻ ബ്ലോക്ക് പഞ്ചായത്തിന് സാധിച്ചു. നമ്മുടെ വെട്ടം CHCയിൽ ഡയാലിസിസ് സെന്ററിന് വേണ്ടി പ്രവർത്തനം ആരംഭിച്ചിട്ട് വർഷങ്ങളായി. അതിന് ഏറ്റവും പ്രയാസമായി നിന്നിരുന്ന ട്രീറ്റ്മെൻറ്റ് പ്ലാൻ, ആ ട്രീറ്റ്മെൻറ്റ് പ്ലാനിൻ്റെ അംഗീകാരം ശുചിത്വ മിഷനിൽ നിന്ന് നേടിയെടുക്കാനും ആ ട്രീറ്റ്മെൻറ്റ് പ്ലാനിൻ്റെ പണി ആരംഭിക്കാനും സാധിച്ചു. അത് അവസാന ഘട്ടത്തിലാണ്. ആ പണി പൂർത്തീകരിക്കുന്നതോടുകൂടി മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കാൻ സാധിക്കും. ഇന്ന് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും ആധുനിക സംവിധാനങ്ങളുള്ള ഒരു ലാബ് നമ്മുടെ വെട്ടം CHCയിൽ സ്ഥാപിക്കാൻ സാധിച്ചു. പുറത്തൂർ CHCയിലും ഏറ്റവും മികച്ച പരിശോധനാ സംവിധാനങ്ങളുള്ള ലാബ് സംവിധാനമുണ്ട്. അവിടെയും ജനറേറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, ആധുനിക സംവിധാനങ്ങൾ കൊണ്ടുവന്നു. സെക്കൻഡറി പാലിയേറ്റീവ് രംഗത്ത് മുൻകാലങ്ങളേക്കാൾ കൂടുതൽ ഇടപെടാൻ നമുക്ക് സാധിച്ചു. ഈവനിങ് OPക്ക് ആവശ്യമായ ഡോക്ടർമാരെയും ആവശ്യമായ നഴ്സുമാരെയും എല്ലാം ബ്ലോക്ക് പഞ്ചായത്ത് നേരിട്ട് നൽകുന്ന സ്ഥിതിയുണ്ടായി. പൊതുജനാരോഗ്യ മേഖല ജനകീയമാക്കുകയും ആരോഗ്യ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തി മുഴുവൻ സേവനങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് ആരോഗ്യ മേഖലയിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിയത്. വാക്കാട് ആരോഗ്യ കേന്ദ്രത്തിന് 2.5 കോടി രൂപയാണ് കഴിഞ്ഞ 5 വർഷം ബ്ലോക്ക് പഞ്ചായത്ത് ചെലവഴിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് ലാബായിട്ട് നമ്മൾ ഈ ബിൽഡിങ്ങിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ സമയം മുതൽ നമ്മളിവിടെ രോഗികൾക്ക് അത്യാധുനിക സൗകര്യത്തോടു കൂടി എല്ലാവിധ ടെസ്റ്റുകളും ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാവിധ സഹായങ്ങളും അതിൻ്റെ കീഴിലാണ് നമ്മുടെ ലാബിനെ ഇത്രത്തോളം ഉന്നതിയിലേക്ക് എത്താൻ ഞങ്ങളെ സഹായിച്ചിട്ടുള്ളത്. കൂടാതെ ഒരു പബ്ലിക് ഹെൽത്ത് വിങ്ങിനായിട്ട് പുതിയൊരു സ്റ്റാഫിനെ കൂടി
അവർ തന്നിട്ടുണ്ട്. ആധുനിക സൗകര്യത്തോടു കൂടിയുള്ള ലാബ്, OP, മുൻ തിരൂർ MLA PP അബ്ദുള്ളക്കുട്ടിയുടെ സ്മരണക്കായി നിർമ്മിച്ച കവാടം തുടങ്ങിയവ ഇവിടെ ഒരുക്കിയ സൗകര്യങ്ങളാണെന്നും ജനങ്ങളെ ചേർത്ത് പിടിച്ച ഭരണസമിതിയാണ് നമുക്കുള്ളതെന്നും വെട്ടം ഡിവിഷൻ അംഗം PP അബ്ദുൽ നാസർ പറയുന്നു. നമ്മുടെ വാക്കാട് CHCയുമായി ബന്ധപ്പെട്ട് ഏകദേശം 2.5 കോടിയോളം രൂപ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 വർഷം ഞങ്ങൾ ബോർഡ് ഭരണസമിതി അതിലേക്ക് ചെലവഴിച്ചിട്ടുണ്ട്. ഇന്ന് ഏറ്റവും ആധുനിക സൗകര്യങ്ങളോട് കൂടി പ്രവർത്തിക്കുന്ന ലാബുണ്ട്, അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന OP ഉണ്ട്, അതിമനോഹരമായ മുൻ MLA ആയിരുന്ന അബ്ദുള്ളക്കുട്ടി സഖാവിൻ്റെ പേരിലുള്ള ഒരു കവാടമുണ്ട്. എല്ലാ അർത്ഥത്തിലും ആ ആശുപത്രി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ബ്ലോക്ക് പഞ്ചായത്തിന് മൊത്തത്തിലും മെമ്പർ എന്ന രീതിയിലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. എൻ്റെ പിന്നെ ചെറിയ 1-2 വർക്കുകൾ എന്ന രീതിയിൽ പറയുമ്പോൾ മണ്ഡലത്തിൻ്റെ സലഫി സ്കൂളിൻ്റെ ഒരു വർക്കുമായി അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു VCPയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്. പടിയത്ത് വൈശ്യപാലം ഡ്രൈനേജുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവൃത്തി നടക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയത്തക്ക പ്രവർത്തനം എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് വെട്ടത്തുകാവ് റോഡിനെ പറ്റിയാണ്. പഞ്ചായത്തിൻ്റെ ആസ്തിയിലില്ലാത്ത റോഡാണ്. അത് CCയുടെ പ്രത്യേക പെർമിഷനോട് കൂടിയാണ് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ എന്നെ ഏറെ സഹായിച്ചത് നമ്മുടെ അബ്ദുറഹ്മാൻ മിനിസ്റ്റർ PS ആയിരുന്നുള്ള ജനാർദ്ദൻ മാഷാണ്. മാഷിന്ന് ജീവിച്ചിരിപ്പില്ല. മാഷോട് ഈ അവസരത്തിൽ ഏറെ കടപ്പെട്ടിരിക്കുന്നത് ഞാൻ. കേരളം കടുത്ത വരൾച്ചയുടെ ഭീഷണിയിലാണ്. മുൻ വർഷങ്ങളിലെ പ്രളയത്തിന് ശേഷം വരൾച്ചയുടെ ലക്ഷണങ്ങൾ നാട്ടിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ബ്ലോക്ക് പരിധിയിലെ പുഴകളിൽ ജലവിധാനം ഉയർന്നില്ല. ആവശ്യത്തിന് മഴ ലഭിച്ചാലും വരൾച്ചക്കെടുതികൾ അനുഭവിക്കേണ്ടി വരുന്ന ഭൂപ്രദേശമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെടുന്ന എല്ലാ ജലാശയങ്ങളും വൃത്തിയാക്കി കുടിവെള്ള വിതരണത്തിന് ഉതകുന്ന വിധത്തിൽ സജ്ജമാക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞു. ജലാശയങ്ങളും തോടുകളും പാർശ്വഭിത്തി കെട്ടി സംരക്ഷിക്കുന്ന പദ്ധതി ഭരണസമിതി നടപ്പിലാക്കിയെന്ന് അംഗം K. ഉഷ പറഞ്ഞു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് 5 വർഷം കൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ എൻ്റെ ഡിവിഷനിൽ എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചു. തോടുകൾ പല ഭാഗങ്ങളിലും പല വാർഡുകളിലും തോടുകളുടെ സൈഡ് കെട്ടാൻ സാധിച്ചു. 40 ലക്ഷത്തോളം രൂപ ഫണ്ട് വെച്ച് കൈമശ്ശേരിയിൽ കൈപ്പനാൽ കുളം നവീകരണം കൊണ്ടുവന്ന് പ്രവൃത്തി തുടങ്ങി 1 കോടിയോളം രൂപ ചെലവഴിച്ച് ഒരു ഷീ ഷെൽട്ടർ ആൻഡ് ഫിറ്റ്നസ് സെൻറ്റർ ഒട്ടുമുറത്ത് കൊണ്ടുവന്നു. അതുപോലെ 3 സംരംഭകർക്ക് അവർക്ക് ഫണ്ട് കൊടുക്കാൻ സാധിച്ചു. 3.25 ലക്ഷം രൂപ വെച്ചിട്ട് ഫണ്ട് കൊടുക്കാൻ സാധിച്ചു. പിന്നെ പാലം 17-ാം വാർഡിൽ പാലം പണി നടന്നു. ഇനി വർക്കുകൾ ഡ്രൈനേജിൻ്റെയും പിന്നെ തോടിൻ്റെ സൈഡൊക്കെ കെട്ടുന്നതിന് ഫണ്ട് വെച്ചിട്ടുണ്ട്. അത് അടുത്ത വർഷം അത് പൂർത്തീകരിക്കും. ജലസംരക്ഷണത്തിന്റെ ഭാഗമായി കാട്ടയിൽ കോവളം തോട് പാർശ്വഭിത്തി കെട്ടി സംരക്ഷിച്ചതിലൂടെ പ്രദേശവാസികൾക്ക് ഏറെ ഉപകാരപ്രദമായെന്ന് പരിയാപുരത്തെ ഹോട്ടൽ വ്യാപാരി കലാം പറയുന്നു. ഒരുപാട് കാലത്തൊരാഗ്രഹമായിരുന്നു ഈ പ്രദേശത്തെ ജനങ്ങൾക്ക്, അതായത് കാട്ടയിൽ കോവളം തോട് ഒന്ന് ഷെയ്ഡ് കിട്ടുക എന്നുള്ളത്. ഇതിൻ്റെ പ്രവർത്തനം മുഴുവനാക്കി തന്ന തിരൂർ ബ്ലോക്ക് മെമ്പറായ തങ്കമണി ചേച്ചിക്ക് ഞങ്ങൾ ആദ്യമായി അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരിട്ട് ഗുണം ലഭിക്കുന്ന തരത്തിലുള്ള പ്രോജക്റ്റുകൾ തയ്യാറാക്കി സ്ത്രീ സുരക്ഷയ്ക്കും സ്ത്രീ ശാക്തീകരണത്തിനും മുന്തിയ പരിഗണന നൽകാൻ ബ്ലോക്ക് പഞ്ചായത്തിന് കഴിഞ്ഞു. ആശുപത്രികൾ സ്ത്രീ സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായി സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളിൽ സ്ത്രീകൾക്ക് മാത്രമായി ഷീ ഷെൽട്ടർ, ഷീ ഫിറ്റ്നസ് എന്നിവ പൂർത്തിയായി. 1 കോടി രൂപ ചെലവഴിച്ചാണ് ആലത്തിയൂർ പരപ്പേരിയിൽ ഷീ ഷെൽട്ടർ സ്ഥാപിച്ചതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U. സൈനുദ്ദീൻ പറയുന്നു. സ്ത്രീ ശാക്തീകരണ മേഖലയിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തി. അതിൽ ഏറ്റവും എടുത്തു പറയാവുന്ന പ്രവർത്തനമാണ് 1 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് തൃപ്രങ്കോട് പഞ്ചായത്തിലെ ആലത്തിയൂർ പരപ്പേരിയിൽ ഷീ ഷെൽട്ടറും ഷീ ഫിറ്റ്നസ് സെൻ്ററും ആരംഭിക്കാൻ സാധിച്ചത്. ഷീ ഷെൽട്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒറ്റക്ക് PSC പരീക്ഷകൾക്ക്, അമ്പലങ്ങളിൽ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് വരുന്ന വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന സ്ത്രീകൾക്ക് സൗജന്യമായ നിലയിൽ താമസിക്കാൻ, സുരക്ഷിതത്വത്തോടു കൂടി 1-2 ദിവസം താമസിക്കാനുള്ള സൗകര്യമൊരുക്കുന്ന സംവിധാനമാണ് ഷീ ഷെൽട്ടർ. അതേപോലെ തന്നെ ഇന്നത്തെ കാലത്ത് വ്യായാമത്തിന് വലിയ പ്രാധാന്യമാണ്. സ്ത്രീകളുടെ വ്യായാമത്തിന് ഉതകുന്ന രീതിയിലാണ് നമ്മൾ ഷീ ഫിറ്റ്നസ് സെൻ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്. പൊതുജന പങ്കാളിത്തത്തോടെയുള്ള പരിസ്ഥിതി സൗഹൃദപരവും സുസ്ഥിരവുമായ ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിലൂടെ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ 6 പഞ്ചായത്തുകളെ മാലിന്യമുക്തമാക്കാനും ജില്ലയ്ക്ക് തന്നെ മാതൃക സൃഷ്ടിക്കാനും ശുചിത്വ മാലിന്യ സംസ്കരണ പദ്ധതി ലക്ഷ്യമിടുന്നു. ബ്ലോക്ക് പഞ്ചായത്ത്
ക്ലീൻ കേരള കമ്പനിയുടെ സഹായത്തോടെ പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് യൂണിറ്റ് പ്രവൃത്തി ആരംഭിച്ചു. പ്രസ്തുത യൂണിറ്റ് ആരംഭിക്കുന്നതോടെ ഹരിതകർമ്മസേന ശേഖരിച്ച് തരംതിരിച്ച് ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഷ്രെഡിംഗ് ചെയ്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും റോഡ് നിർമ്മാണ പ്രവൃത്തികൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് പ്രത്യാശിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചരിത്രത്തിലാദ്യമായി ഹരിതകർമ്മസേനയ്ക്ക് വേണ്ടി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹരിതോത്സവം സംഘടിപ്പിച്ചത് മാതൃകയായി. ഹരിതകർമ്മസേനാംഗങ്ങളെ ചേർത്തുപിടിക്കുന്ന നിലപാടാണ് ഭരണസമിതി സ്വീകരിച്ചത്. വികസന പ്രവർത്തനങ്ങളിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ കൂടി ഭാഗവാക്കാക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി പ്രത്യേക ശ്രദ്ധ നൽകി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് മിക്ക നിർമ്മാണ പ്രവൃത്തികളും യാഥാർത്ഥ്യമാക്കിയത്. ബ്ലോക്ക് മെമ്പർ പ്രീതിയാണ് ഞങ്ങൾക്ക് സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും നല്ല സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. സാധാരണക്കാരായ തൊഴിലാളികൾക്ക് തൊഴിൽ ഉറപ്പു നൽകാൻ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി കൂടെയുണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണ് ഇത്. പൊതുവികസന പ്രവർത്തനങ്ങളിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്നുവെന്നത് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മാതൃകയാണെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറയുന്നു. ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള പ്രവർത്തികൾക്ക് അത് പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നുള്ള രീതിയിൽ സർക്കാർ വേർതിരിവില്ല. അതേ ഒരു രീതിയിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഇവിടെ സ്വീകരിച്ചത്. ഏറ്റവും അഭിനന്ദനം അറിയിക്കുന്നു. അതുതന്നെയാണ് നമ്മുടെ വികസന ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള മാർഗങ്ങൾ. 2500-ലധികം പട്ടികജാതി കുടുംബങ്ങളാണ് ബ്ലോക്ക് പ്രദേശത്ത് താമസിക്കുന്നത്. 60 പട്ടികജാതി നഗറുകളും 21 പട്ടികജാതി സങ്കേതങ്ങളിലുമായാണ് ഇവർ താമസിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്ത് മുഖേനയാണ് നടപ്പിലാക്കുന്നത്. പട്ടികജാതി വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി നല്ല രീതിയിൽ ഇടപെടാൻ ബ്ലോക്ക് ഭരണസമിതിക്ക് കഴിഞ്ഞതായി മംഗലം ഡിവിഷൻ അംഗം പി പീതാംബരൻ പറയുന്നു. ഈ 5 വർഷ കാലാവധി കൊണ്ട് ഈ വളരെ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളായ SC വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശമായ പുല്ലൂണിയിൽ എൻ്റെ ജന്മസ്ഥലം കൂടെയാണ്. വികസനം ഇതുവരെ എത്തി നോക്കാത്ത ആ പ്രദേശം വളരെ വിപുലമായ രീതിയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. റോഡ്, നടപ്പാതകൾ, ഡ്രൈനേജ്, വളരെ സമഗ്രമായൊരു വികസന പ്രവർത്തനം പുല്ലൂണിയിലും അതുമാതിരി പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിലും കുടിവെള്ള സ്രോതസ്സിന് വേണ്ടിയും. പിന്നെ പ്രധാനപ്പെട്ട ഒരു വർക്ക് എന്നുള്ളത് മംഗലം പഞ്ചായത്തിൻ്റെ 10ാം വാർഡിൽ മുണ്ടേപ്പാടം തോട് നവീകരണം. വർഷങ്ങളായി കൃഷി ചെയ്യുന്ന കർഷകരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. അമിതമായി വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കി കളയുന്നതിന് വേണ്ടിയിട്ട് 26 ലക്ഷം രൂപ ചെലവ് ചെയ്തിട്ടുകൊണ്ടാണ് ആ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ആ പ്രദേശത്തുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കാനും കർഷകരെ സഹായിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട പദ്ധതി എന്നുള്ളതാണ് ഞാനതിനെ കാണുന്നത്. അതുമാതിരി ദുർബല വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അവർക്ക് അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നല്ല പരിശ്രമം ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിൽ ചുമതലകൾ ഇല്ലാത്തതിനാൽ ഈ മേഖലയിൽ പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നതിന് ബ്ലോക്ക് പഞ്ചായത്തിന് പരിമിതികളുണ്ട്. എങ്കിലും LP UP സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ശ്രമിച്ചിട്ടുണ്ട്. പറവണ്ണ GMLP സ്കൂളിൽ ഡൈനിങ് ഹാൾ, പച്ചാട്രി GMLP സ്കൂളിൽ ഓഡിറ്റോറിയം, നൂറിലേക്ക് അങ്കണവാടി എന്നീ പദ്ധതികളിൽ ഭരണസമിതിയുടെ സജീവ ശ്രദ്ധയുണ്ടായിരുന്നതായി പറവണ്ണ വാർഡംഗം തങ്കമണി പറയുന്നു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ അകത്ത് എനിക്ക് എൻ്റെ ഡിവിഷനിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതിൽ എടുത്തു പറയാനാവുന്നത് പറവണ്ണ GMLP സ്കൂളിലെ കുട്ടികൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു ഡൈനിങ് ഹാള്, അതുപോലെ തന്നെ പച്ചാട്രി GMLP സ്കൂളിലെ ഒരു ഓഡിറ്റോറിയം, നൂറിലേക്ക് അംഗൻവാടി അതിൻ്റെ പ്രവൃത്തി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റ് ശുദ്ധജല യോഗ്യമാക്കുന്നതിന് വേണ്ടി കാട്ടയിൽ കോവളം തോട്, ഇടിയാട്ടിൽ പരിയാപുരം തോട്
എന്നീ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭിന്നശേഷിക്കാരായവർക്ക് സൈഡ് വീൽ സ്കൂട്ടർ എന്നിങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വളരെയധികം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ വളരെയധികം സന്തോഷവതി കൂടിയാണ്. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ മുന്നേറ്റത്തിന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇടപെടൽ ഏറെ സഹായകമായതായി പറവണ്ണ GMUP സ്കൂൾ പ്രധാനാധ്യാപകൻ അബ്ദുസിയാദ് പറയുന്നു. പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളം ഏറെ മുന്നേറിയ ഈ കാലഘട്ടത്ത് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ പ്രൈമറി സ്കൂളുകളുടെ വികസനം പഞ്ചായത്തിനാണെങ്കിൽ പോലും, ഗ്രാമപഞ്ചായത്തിനാണ് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം അതിന് ചുമതലയുണ്ടെങ്കിൽ പോലും ബ്ലോക്ക് പഞ്ചായത്തുകൾ നമ്മുടെ വിദ്യാഭ്യാസ വികസന കാര്യത്തിൽ നന്നായി ഇടപെട്ട ഒരു കാലമാണ് കടന്നുപോയത്. അതിൻ്റെ ഭാഗമായി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പറവണ്ണ GMUP സ്കൂളിൽ കുട്ടികൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ആവശ്യമായ ഒരു വിശാലമായ ഡൈനിങ് ഹാൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, അതിനു മുന്നേ ക്ലാസ് മുറികൾ സ്മാർട്ടാക്കുന്നതിന് നല്ല ഇരിപ്പിടങ്ങൾ ഒരുക്കുന്നതിനുള്ള ഫണ്ടും നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഈ വിദ്യാലയത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പറവണ്ണ GMUP സ്കൂളിൽ മാത്രമല്ല, ഈ ബ്ലോക്കിനകത്തുള്ള വിവിധങ്ങളായ പഞ്ചായത്തുകളിലെ വിദ്യാലയങ്ങളിൽ ഇത്തരത്തിലുള്ള വികസനത്തിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പദ്ധതികളിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഭരണസമിതി ഇടപെട്ടതായി എടക്കുളം വാർഡംഗം AP മുഹമ്മദ് കോയ സാക്ഷ്യപ്പെടുത്തുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം എടക്കുളം ഡിവിഷനെ പ്രതിനിധീകരിച്ച് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലക്ക് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ പരിമിതമായ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായും സ്കൂളുകളിൽ സാനിറ്ററി കോംപ്ലക്സുകൾ നിർമ്മിച്ചും സൗത്ത് ബല്ലാറിലെ GMLP സ്കൂളിൽ സ്റ്റേജ് കം ക്ലാസ് റൂം സ്ഥാപിച്ചും വിവിധ റോഡുകൾക്ക് 6 മീറ്റർ വീതിയുള്ള റോഡുകൾക്ക് ആവശ്യമായ റിപ്പയർ പ്രവർത്തനങ്ങൾ റീടാറിങ് നടത്താനുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അംഗനവാടികൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ, സ്മാർട്ട് അംഗനവാടിയാക്കുന്നതടക്കമുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഈ 5 വർഷ കാലയളവിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളോടൊപ്പം സ്വന്തം ഡിവിഷനിലും അനിവാര്യമായ അത്യാവശ്യമായ വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം മറ്റ് മുച്ചക്രവാഹനങ്ങളടക്കമുള്ള വ്യക്തിഗത ആനുകൂല്യങ്ങളുടെ കാര്യത്തിലും കഴിവിൻ്റെ പരമാവധി ഡിവിഷനിലെ ഗുണഭോക്താക്കൾക്ക് അത്തരം കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. പുറത്തൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ബഡ്സ് സ്കൂളിന് ചുറ്റുമതിലും ഗേറ്റും നിർമ്മിച്ചതോടൊപ്പം പ്രത്യേക പരിഗണന നൽകി എടക്കനാട് സ്കൂളിൽ ടോയ്ലറ്റ് കോംപ്ലക്സ് ഒരുക്കിയതും വാർഡിലെ വികസന പ്രവർത്തനങ്ങളിൽ എടുത്തുകാട്ടാവുന്നതാണെന്ന് വാർഡംഗം K അനിത പറയുന്നു. എടക്കനാട് സ്കൂളിൽ ഒരു കുട്ടികൾക്ക് ആനുപാതികമായിട്ട് ഒരു ടോയ്ലറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിക്കാൻ എനിക്ക് സാധിച്ചു. അതുപോലെ ബഡ്സ് സ്കൂളിൻ്റെ ഒരു പുതിയ ബഡ്സ് സ്കൂൾ പുറത്തൂർ പഞ്ചായത്തിൽ അതിനൊരു ചുറ്റുമതിലും ഗേറ്റും വയ്ക്കാൻ സാധിച്ചു. വിവിധ വാർഡുകളിൽ റോഡുകളുടെ മെയിൻ്റനൻസും പിന്നെ യാത്രാ സൗകര്യം ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കുറേ ഡ്രൈനേജുകളും, നമുക്ക് വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം വരുമ്പോൾ ഡ്രൈനേജുകളുടെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഡ്രൈനേജും വിവിധ മേഖലകളിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പുറത്തൂർ പഞ്ചായത്തിൽ VCB നമുക്ക് കൃഷിക്ക് വെള്ളം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു 25 ലക്ഷം ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു VCB നിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ട്. പടിഞ്ഞാറക്കര GMUP സ്കൂളിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞതായി ഹെഡ്മാസ്റ്റർ അബ്ദുറഹിമാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ വിദ്യാലയത്തിൽ 500ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. നല്ലൊരു കിച്ചണോ ഹാളോ ഇല്ലാത്തത് കൊണ്ട് അത് വളരെയധികം പ്രയാസപ്പെടുകയായിരുന്നു. ഈ സമയത്താണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വകയായിട്ട് 20 ലക്ഷം രൂപയ്ക്ക് നല്ലൊരു കിച്ചണും നല്ലൊരു ഡൈനിങ് ഹാളും നമുക്ക് ലഭിച്ചത്. ഇതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. പാഠ്യേതര മേഖലയിൽ
മികവ് പുലർത്തിയ BP അങ്ങാടി GLP സ്കൂളിലും ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. ഹെഡ്മിസ്ട്രസിന്റെ വാക്കുകൾ. തലക്കാട് പഞ്ചായത്തിൽ 18-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന GLP സ്കൂൾ BP അങ്ങാടിയിലെ പ്രധാന അധ്യാപികയാണ് ഞാൻ. സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന ഒരു പൊതുവിദ്യാലയമാണ് ഞങ്ങളുടേത്. 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങളുടെ സ്കൂളിന് നല്ലൊരു ഹൈടെക് ശുചിമുറി നിർമ്മിച്ചു തന്നു. കുട്ടികൾക്ക് വളരെയധികം പ്രയോജനപ്രദമായിരുന്നു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് 22 ലക്ഷം അടങ്കൽ തുക വെച്ചുകൊണ്ട് സ്റ്റേജ് കം ഡൈനിങ് ഹാൾ നിർമ്മിച്ചു തന്നു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റേജിൽ ഇനി വൈദ്യുതീകരണം നടത്തി തരാമെന്നും സ്കൂളിൽ 2 സ്മാർട്ട് ക്ലാസ് റൂം നിർമ്മിച്ചു തരാമെന്നും ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അത് സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ സ്കൂളിന് ചെയ്തു തന്ന സേവനത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനും അദ്ദേഹത്തിൻ്റെ ഭരണസമിതിക്കും GLP സ്കൂളിൻ്റെ നന്ദി അറിയിക്കുന്നു. മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമായതിനാൽ അവർക്ക് വേണ്ട വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ ഭരണസമിതി കൂടെയുണ്ടായിരുന്നുവെന്ന് കൂട്ടായി ഡിവിഷൻ അംഗം KP സലീനയുടെ അനുഭവ സാക്ഷ്യം. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വല വിതരണ പദ്ധതിയിൽ ചെയ്യാൻ സാധിച്ചു. മംഗലം പഞ്ചായത്തിൽ ആവിപ്പുഴ വിത്തിയട്ടി സംരക്ഷണത്തിൽ ചെയ്യാൻ സാധിച്ചു. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളായ ഭിന്നശേഷി കുട്ടികൾക്ക് മുച്ചക്ര വാഹനം കൊടുക്കാൻ സാധിച്ചു. പടിഞ്ഞാറക്കര UP സ്കൂള് കിച്ചണ് ഡൈനിങ് ഹാള് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പശ്ചാത്തല മേഖലയിൽ ലഭ്യമായ തുക വകയിരുത്തിക്കൊണ്ട് പരമാവധി റോഡ് വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. തിരുനാവായ ഡിവിഷനിലെ റോഡ് വികസനത്തിൽ ഭരണസമിതിയുടെ ചേർത്തുപിടിക്കൽ മാതൃകാപരമാണെന്ന് അംഗം ആനി ഗോഡ്ലിഫ് പറയുന്നു. നമ്മുടെ ഭാരതി വിദ്യാഭവൻ റോഡ്, കൊടക്കൽ ഭാരതി വിദ്യാഭവൻ റോഡിൽ 5 ലക്ഷം വെച്ചിട്ട് അത് ടാറിങ് നടത്തി. പിറ്റത്തെ വർഷം താഴത്തറ വാലിലാപ്പുഴ റോഡ് 7 ലക്ഷം വെച്ചിട്ട് അത് കോൺക്രീറ്റ് ചെയ്തു. പിന്നെ 3 വർഷം തിരുനാവായ തിരുത്തി 12-ാം വാർഡിൽ തിരുത്തി വാവൂർക്കുന്ന് GMLP സ്കൂളിൽ സ്റ്റേജ് കം ക്ലാസ് റൂം 12 ലക്ഷം വെച്ചിട്ട് അത് ചെയ്തു കഴിഞ്ഞു. പിന്നെ അതേപോലെ തന്നെ 14-ാം വാർഡിൽ ഒരു അംഗനവാടി മേടമൽ 106 നമ്പർ അംഗനവാടിക്ക് 2 ഗഡുക്കളായിട്ട് ബഹുവർഷ പ്രോജക്റ്റായിട്ട് 18 ലക്ഷം രൂപ ചിലവഴിച്ചിട്ട് അത് പണി പൂർത്തീകരിച്ചു. വേറൊരു അംഗനവാടിക്ക് അംഗനവാടിയിൽ മുകളിൽ ഷീ ഷെൽട്ടർ വയ്ക്കാനായിട്ട് 8 ലക്ഷം വെച്ചിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. തിരൂർ ബ്ലോക്കിൽ നമ്മൾ പ്രതിപക്ഷാംഗങ്ങളാണെങ്കിലും നമ്മുടെ പ്രസിഡന്റ് എല്ലാവരെയും ഒരേപോലെ പരിഗണിച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് കിട്ടുന്ന സംഖ്യയിൽ നിന്ന് എല്ലാവർക്കും ഒരേപോലെ തന്നിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്, വളരെ നന്ദിയുമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വത്തിൽ സ്റ്റാർട്ടപ്പ് വില്ലേജ് കെട്ടിടം, ഷീ സെന്റർ തുടങ്ങിയവ പൂർത്തീകരിച്ചു. പ്രസിദ്ധമായ വൈരങ്കോട് ക്ഷേത്രത്തിൽ ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിച്ചത് ഭരണസമിതിയുടെ മികച്ച പദ്ധതികളിൽ ഒന്നാണ്. വേലക്കും ദർശനത്തിനുമായി ക്ഷേത്രത്തിലെത്തുന്നവർക്ക് ഏറെ ഉപകാരപ്രദമായ പദ്ധതിയാണ് ഇതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TV റംഷിദ പറയുന്നു. എനിക്ക് ഈ 5 വർഷം പൊതുജനങ്ങളോടൊപ്പം നിന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ പരമാവധി ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ഒന്ന് നമ്മളെ വൈരങ്കോട് ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്കും അതുപോലെ അവിടുത്തെ പൊതുജനങ്ങൾക്കുമുള്ള ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ആണ്. അത് ശരിക്കും അവർക്ക് അത് വലിയൊരു ഉപകാരമായ ഒന്നായിരുന്നു. പിന്നെ ജനങ്ങളുടെ ആവശ്യപ്രകാരം നമ്മൾ ചെയ്ത മറ്റൊന്നാണ് മാമ്പറ്റക്കുളം. അത് വളരെ ശോഷിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ അതിന് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തി ഇപ്പോൾ കുട്ടികൾക്ക് നീന്തൽ പരിശീലിക്കാനും കൂടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അതിന് ഒന്നുകൂടി ചുറ്റുമതിലുകളും ഗ്രില്ലൊക്കെ വെച്ച് അതൊന്ന് ഭംഗിയാക്കിയെടുത്തു. അതുപോലെ തോട് സൈഡ് ഭിത്തി കെട്ടുകയും അതോടൊപ്പം തന്നെ ട്രാക്ടർ പാത ചെയ്തുകൊണ്ട് കൃഷിക്കാർക്ക് വേണ്ട സഹായം ചെയ്തു. അതേപോലെ ഇനിയിപ്പോൾ നമ്മൾ ഇനി വെച്ച ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങുന്നുള്ളൂ. അത് ഇതേപോലെ ഏറ്റവും ബുദ്ധിമുട്ടി നിൽക്കുന്ന നമ്മുടെ പല്ലാറ്റുകായൽ MET സ്കൂളിന് തൊട്ടടുത്തായിട്ടുള്ള തോടിൻ്റെ സൈഡ് ഭിത്തിയായിരുന്നു. അവിടെ വെള്ളം കയറിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞ കാരണം നമ്മൾ അതിനുള്ള ഒരു ഫണ്ടും നീക്കി വെച്ചിട്ടുണ്ട്.
ഏതായാലും ഈ 5 വർഷക്കാലം ജനങ്ങളോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. 1 കോടി രൂപ ചെലവിൽ തലക്കാട് പഞ്ചായത്തിൽ ഒരുക്കുന്ന ബഡ്സ് സ്കൂൾ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ തിലകക്കുറിയായ പദ്ധതിയാണെന്ന് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി ഇസ്മായിൽ ചൂണ്ടിക്കാട്ടുന്നു. നമ്മുടെ പഞ്ചായത്തിനകത്ത് 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ബഡ്സ് സ്കൂള് ഉറ്റൂർ GLP സ്കൂളിലെ നവീകരണം, അതുപോലെ തന്നെ ഉറ്റൂർ കായൽത്തോട് ശുദ്ധജല യോഗ്യമാക്കൽ, പിന്നെ കുടിവെള്ള ടാങ്ക്, ഒരു തോടുകളുടെ പരിപാലനം, അതുപോലെ തന്നെ നമ്മുടെ യാത്രക്കാരുടെ വിശ്രമ കേന്ദ്രമായ വിസോസ് സ്ഥലത്ത് ടേക്ക് എ ബ്രേക്ക്, ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ 5 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു. അതുപോലെ പറ്റാവുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുക്കാനും ഇനി അത് പുതിയതായ ടെൻഡർ ചെയ്യാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാരെയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ ഭരണസമിതി നിതാന്ത ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. മത്സ്യകൃഷി അക്വാ പ്രൊമോട്ടറായ അബ്ദുൽ ജലീലിന് ലഭിച്ച സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടർ ജീവിതോപാധിയായതിന്റെ സന്തോഷത്തിലാണ് അദ്ദേഹം. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ ഞങ്ങൾക്ക് സൈഡ് വീലോട് കൂടിയ സ്കൂട്ടർ നമുക്ക് കിട്ടുകയുണ്ടായി. വലിയ ഒരു പ്രചോദനം ഭിന്നശേഷിക്കരായ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഫീൽഡിൽ പോകാനും മറ്റുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വലിയൊരു അനുഗ്രഹമാണ് ഈ വണ്ടി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ തങ്കമണി മെമ്പർക്കും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിനും ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങളും നന്ദി അറിയിക്കുന്നു. പരമാവധി വാർഡുകളിലൊക്കെ എൻ്റെ ഡിവിഷനിലെ എല്ലാ വിവിധ ഭാഗങ്ങളിലൊക്കെ ഫണ്ട് കൊണ്ടുവന്ന് ചെറിയ തോതിലെങ്കിലും വികസന പ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ സാധിച്ചു എന്നുള്ളതിൽ ചാരിതാർത്ഥ്യമുണ്ട്. പ്രധാനപ്പെട്ട് എൻ്റെ ഡിവിഷനിൽ ചെമ്മോട്ടം ഗവൺമെൻറ് UP സ്കൂളിൽ ഒരു കുടിവെള്ള പദ്ധതിയും അതുപോലെ തന്നെ വേസ്റ്റ് കുട്ടികൾ കൈ കഴുകുന്ന വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന സംഗതി ഉണ്ടായിരുന്നു. അവിടെ വേസ്റ്റൊക്കെ അന്യ വയലിലേക്ക് പോകുന്നത് അത് തടയാൻ സാധിച്ചു എന്നുള്ളതും അത് നല്ലൊരു പ്രോജക്റ്റ് കൊണ്ടുവന്ന് വളരെ സുന്ദരമായ രീതിയിൽ 10 ലക്ഷം രൂപയോളം ചെലവഴിച്ചു. ആ കുടിവെള്ള പദ്ധതിയും അതുപോലെ തന്നെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു. അതിന് പുറമെ ചെമ്മോട്ടം ഗവൺമെൻറ് UP സ്കൂളിൽ ഒരു നല്ല ഓഡിറ്റോറിയം MP വർക്ക് ഉപയോഗിച്ച് അതിൻ്റെ സ്ട്രക്ചർ വർക്ക് നടത്തിയെങ്കിലും മറ്റുള്ള ഇൻറ്റീരിയർ വർക്കൊക്കെ പണി പൂർത്തീകരിച്ച് മംഗലം പഞ്ചായത്തിലെ ഈ പെരുന്തിരുത്തി റോഡ് അത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു. അത് കോൺക്രീറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഗതാഗത യോഗ്യമാക്കി. തൃപ്രംകൂട് പഞ്ചായത്തിൽ തന്നെ ആനൊഴുക്ക് പാലം റോഡ് അതും ഗതാഗതം വളരെ ദുസ്സഹമായിരുന്നു. അതും കോൺക്രീറ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ വളരെ ബലവത്തായ രീതിയിൽ വർക്ക് നടത്താൻ സാധിച്ചു എന്നുള്ളതിലും പെരുന്തരൂരിലെ പിന്നെ ഒരു വലിയ തോടുണ്ട് അവിടെ, അച്ചൂരിത്തോട്. ആ അച്ചൂരിത്തോടിനും ഒരു 10-13 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് തന്നെ അവിടെ ശുദ്ധജല വിതരണവും മറ്റുമൊക്കെ നടത്താൻ സാധിച്ചു. മംഗലം പഞ്ചായത്തിൽ തന്നെ ഒരു മദ്രസ തോട്, കാവഞ്ചേരി മദ്രസ തോട്, അതിലും നല്ല രീതിയിൽ ഫണ്ട് ചെലവഴിച്ചു. അതിൻ്റെ വികസന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ നമ്മൾ ഭരണസമിതി ഈ പറഞ്ഞമാതിരി വലിയ വിഷയങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഞങ്ങൾ 5 വർഷം നല്ല രീതിയിൽ പിന്നെ പ്രവർത്തിച്ച എല്ലാ മെമ്പർമാർക്കും ഒത്തൊരുമിച്ച് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ എനിക്ക് ഒരു മെമ്പർ എന്ന നിലയ്ക്ക് ഒരു ആനുപാതികമായി കിട്ടേണ്ടതിലധികം തന്നെ എനിക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ ഞാൻ ഈ ഭരണസമിതിയൊക്കെ അവരൊക്കെയുള്ള ഒരു അനുകൂലമായ സമീപനം കൊണ്ട് തന്നെയാണ് ആ വിഷയങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് ഞാൻ ഈ സമയത്തിൽ സ്മരിക്കുകയാണ്. കായിക മേഖലയിലും മുഖം തിരിച്ചു നിൽക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഒരുക്കമായിരുന്നില്ല. പുറത്തൂരിൽ 1 കോടി രൂപ ചെലവിൽ NP അബ്ദുറഹീം സ്മാരക മിനി സ്റ്റേഡിയം ബ്ലോക്ക് പഞ്ചായത്തിന്റെ അഭിമാന പദ്ധതിയാണ്. കഫ്തീരിയ, ഓപ്പൺ ജിം, ചിൽഡ്രൻസ് പാർക്ക്, വയോജന പാർക്ക് എന്നിവയും ഒരുങ്ങുന്നുണ്ട്. കേരളോത്സവം പേരിന് മാത്രം നടത്തി തടി തപ്പുന്ന നിലപാടല്ല ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചത്. കലാകായിക മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനായി കുറ്റമറ്റ രീതിയിൽ കേരളോത്സവം സംഘടിപ്പിച്ച് മികവ് പുലർത്താൻ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നത് മാതൃകയാണ്.
ജനോപകാരപ്രദമായ ഒട്ടേറെ വികസന പദ്ധതികൾക്ക് ജീവൻ നൽകാൻ ഭരണസമിതിക്ക് കഴിഞ്ഞു. ഇവ മികച്ച രീതിയിൽ പ്രാവർത്തികമാക്കുന്നതിൽ ഉദ്യോഗസ്ഥരെ പ്രാപ്തമാക്കാൻ ജനകീയ ഭരണസമിതിക്ക് കഴിഞ്ഞതായി സെക്രട്ടറി ഇൻചാർജ് ജെയ്സൽ സാക്ഷ്യപ്പെടുത്തുന്നു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ 5 വർഷക്കാലയളവിലെ ഭരണം ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിലുള്ള ഒരു ഭരണസമിതിയായിരുന്നു. ഭരണസമിതിയിലെ പ്രസിഡന്റ്, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, ഭരണസമിതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള മെമ്പർമാർ, ഇവരെല്ലാവരും ഉദ്യോഗസ്ഥരുമായി നല്ല രീതിയിലുള്ള ഇടപെടലുകളും അതായത് ഭരണസമിതി എടുക്കുന്ന തീരുമാനങ്ങൾ യഥാസമയം ഭരണസമിതിക്ക് വേണ്ടി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഉദ്യോഗസ്ഥർ പ്രതിജ്ഞാബദ്ധമായിരുന്നു. ആരോഗ്യം, വിദ്യാഭ്യാസം, കുടിവെള്ളം, ഭവനം, വനിതാക്ഷേമം, കാർഷികം, പശ്ചാത്തലം, സേവനം, മത്സ്യം, തൊഴിലുറപ്പ്, ശുചിത്വം എന്നീ മേഖലകളിലായി ഈ ഭരണസമിതിയുടെ കാലയളവിൽ ഏകദേശം 80 കോടിയോളം രൂപ ചെലവഴിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നിലവിലെ ഭരണസമിതിയോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ ഉദ്യോഗസ്ഥരായിട്ടുള്ള ഞങ്ങൾക്ക് വളരെയധികം സന്തോഷവും സംതൃപ്തിയും ഉണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആധുനിക രീതിയിൽ നവീകരിച്ച VS അച്യുതാനന്ദൻ സ്മാരക ഓഡിറ്റോറിയം, PP നസീം ഭാനു സ്മാരക കോൺഫറൻസ് ഹാൾ തുടങ്ങിയവ നാടിന് സമർപ്പിച്ചതും നേട്ടങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. പരിമിതികളിൽ ഒതുങ്ങി നിൽക്കാതെ തിരൂരിന്റെ ചരിത്രത്തോടൊപ്പം സഞ്ചരിക്കുകയാണ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി. എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്തുപിടിച്ച് ജനകീയ ബദൽ സൃഷ്ടിച്ച് മുന്നേറാൻ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നത് ജനങ്ങളുടെ അനുഭവ സാക്ഷ്യം. വികസന പ്രവർത്തനങ്ങൾ വാക്കുകളിൽ ഒതുക്കി നിർത്താതെ ജനങ്ങൾക്ക് കാണാനും അനുഭവിക്കാനുമുള്ള അവസരങ്ങൾ ഒരുക്കി ജനങ്ങളോടുള്ള നീതി പുലർത്താൻ അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ, പ്രീത പുളിക്കൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നത് മികവിനെ സൂചിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനങ്ങൾക്ക് മുമ്പാകെ സമർപ്പിച്ച മാനിഫെസ്റ്റോ അനുസരിച്ച് ജനപക്ഷത്തു നിന്നും വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ നിതാന്ത പരിശ്രമം നടത്തി വിജയം കണ്ടു. പൊതുപ്രസ്ഥാനത്തിന്റെ ഹൃദ്യമായ ഇടപെടലിന്റെ ഭാഗമായി മാതൃകകൾ സൃഷ്ടിച്ച് മുന്നേറുകയാണ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി. ഈ നേട്ടങ്ങളെല്ലാം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒറ്റക്കെട്ടായിട്ടുള്ള കൂട്ടായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് നേടാൻ സാധിച്ചത്. ജനങ്ങളുടെ പിന്തുണ കൊണ്ടാണ് നേടാൻ സാധിച്ചത്. നമ്മുടെ നിർവഹണ ഉദ്യോഗസ്ഥരും ബ്ലോക്ക് പഞ്ചായത്തിലെ മറ്റ് ജീവനക്കാരുടെയും സഹകരണത്തോടു കൂടിയാണ് ഇത് നടപ്പിലാക്കാൻ സാധിച്ചത്. എല്ലാവരുടെയും സഹകരണം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. 6 ഗ്രാമപഞ്ചായത്തുകളും അതിൻ്റെ പ്രസിഡന്റുമാരും ഭരണസമിതി അംഗങ്ങളും എല്ലാം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. തിരൂരുകാരനായിട്ടുള്ള മന്ത്രി ബഹുമാന്യനായ വി അബ്ദുറഹിമാൻ, MLA മാരായിട്ടുള്ള കുർക്കോളി മൊയ്തീൻ, ഡോക്ടർ KT ജലീൽ, ഇവരുടെയെല്ലാം നിരന്തരമായ സഹായം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഉണ്ടായിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സുധാകരേട്ടൻ്റെ നിർലോഭമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഈ പദ്ധതിക്ക് ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സഹായം, പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ എല്ലാം സഹായവും നിർദ്ദേശവും ഈ ഭരണസമിതിക്ക് ഉണ്ടായിട്ടുണ്ട്. എല്ലാവരോടും ഈ വികസന പ്രവർത്തനങ്ങൾക്ക് സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുക. 2021 ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുത്തതു മുതൽ ജനകീയ വിഷയങ്ങളിൽ ഇടപെടാൻ പ്രസിഡന്റ് എന്ന നിലയിൽ അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ മുന്നിലുണ്ടായിരുന്നു. ഭരണകർത്താവെന്ന നിതാന്ത ജാഗ്രതയിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ അദ്ദേഹത്തിന്റെ കഴിവ് പ്രതിപക്ഷാംഗങ്ങളും അംഗീകരിക്കുന്നു. സമസ്ത മേഖലയിലും വികസനമെത്തിച്ച് ജനങ്ങളോടൊപ്പം നിൽക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞു. നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഈ വികസന പ്രവർത്തനങ്ങൾ വരും വർഷങ്ങളിലും തുടരേണ്ടതുണ്ട്. നമുക്കൊരുമിച്ച് കൈകോർക്കാം ഈ നാടിന്റെ സമഗ്ര വികസനത്തിനായി. 2021 അധികാരത്തിലേറിയ ഈ ഭരണസമിതിയുടെ കാലാവധി അസ്തമിക്കുകയായി. ഹൃദയപക്ഷം ചേർന്ന് ഈ സൂര്യന്റെ പുനരുദയം കാത്തിരിക്കുകയാണ് ഈ നാട്.